ചെയ്ത തറാബാൻഡ് എക്സസൈസ് ആണ്. നമ്മുടെ തൊടയിലെ ഫാറ്റ് ബേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനുള്ള ഡെമോയാണ്. അപ്പോൾ ഇതൊരു തറാബാൻഡ് ആണ്. ഈ തറാബാൻഡ് നമ്മൾ ടൈറ്റ് ആയിട്ട് ഇരുകാലുകളും ചേർത്ത് വെച്ചുകൊണ്ട് കെട്ടുക, എന്നിട്ട് നല്ലോണം സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. അതല്ലാണ്ട് ഇതുപോലെ ഇതൊരു ബാൻഡേജ് ആണ്. ഇത് നമുക്ക് കാലിലേക്ക് കയറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ല ഒരു എക്സസൈസ് ആണ്. 5 days നിങ്ങൾ കംപ്ലീറ്റ് എല്ലാ ദിവസവും ഒരു 30 minutes വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ലവണ്ണം നമുക്ക് റിസൾട്ട് കിട്ടുന്ന രണ്ട് എക്സസൈസുകളാണ്. സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ലെഗ്സ് ഓപ്പൺ ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നിവർന്ന് കിടന്ന് കാലുകൾ രണ്ടും മടക്കി വെച്ചുകൊണ്ട്, അതാണ് ഇവിടെ നമ്മൾ ഡെമോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തറാബാൻഡാണ്. ഈ തറാബാൻഡ് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നൈലോൺ ഷാൾ, തറാബാൻഡ് ഇല്ലെങ്കിലും നൈലോൺ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നോണ്ട് ചെയ്യാൻ പറ്റുന്നത്. തൊടയുടെ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള എക്സസൈസുകളാണ് തൊടയുടെ ഫാറ്റ്. അപ്പൊ ഇത് നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്യും. നമ്മള് അങ്ങനെ നമ്മൾ ഡെയിലി ഒരു 5 days നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊടയിലെ ഫാറ്റ് ബേൺ ചെയ്യും. ഇതൊരു തറാബാൻഡാണ്. തറാബാൻഡ് ഇങ്ങനെ ഇല്ലെങ്കിൽ നൈലോണിന്റെ ഒരു ഷാൾ എടുത്തിട്ട് കെട്ടിയിട്ട് നമുക്ക് വീട്ടിൽ സ്വന്തമായി ചെയ്യാൻ പറ്റും. തറയിൽ കിടന്നുകൊണ്ട്. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കഴിയുമ്പോൾ നമ്മുടെ ഈ ബാക്ക് പാം പുറകോട്ടേക്ക് വരല് നല്ലവണ്ണം സ്ട്രെയിറ്റ് ആയിരിക്കണം. ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോൾ കൂടി എനിക്ക് കാല് ഇവിടെ പ്രഷർ കൊടുത്തിട്ടാണ് നമ്മുടെ തൈ മസിൽ ഓപ്പൺ ആക്കുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. അപ്പോ കാല് മടക്കി, 2 കാലം മടക്കി. സ്റ്റാർട്ട്. 1. ഈ ഭാഗത്തുള്ള ഫാറ്റ് ബേൺ ചെയ്യാണ്. നമ്മുടെ തൈ മസിലിന്റെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയാണുള്ള എക്സസൈസുകളാണ്. റെഡി, 4 5. ഇത് പുറകോട്ടേക്ക് വരില്ല. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അത് കുറച്ചും കൂടി ടോപ്പ് ലൂസ് നല്ലോണം. നല്ലോണം റിലാക്സ് ചെയ്യുക. നല്ലോണം അതിങ്ങനെ കുത്തി വെക്കേണ്ട സൈഡ്